ഏയ് മച്ച, അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കുഞ്ചു കുളിച്ച് റെഡിയൊക്കെ ആയി മലക്കോണത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണേ. ഇന്ന് കുഞ്ചുവിന് മെഡിക്കൽ കോഡിങ്ങിന്റെ എക്സാം ഉണ്ട്. കുഞ്ചു ഓൺലൈനായിട്ടാണ് മെഡിക്കൽ കോഡിങ് പഠിക്കുന്നത്. ട്രാൻസ്പോർട്സ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് ഡാറ്റയൊക്കെ തന്ന് കുഞ്ചു പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സമയം ഓട്ടോ വിളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. ദോശ, ഓംപ്ലേറ്റ്, സാമ്പാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോൾ വീണ്ടും കുഞ്ചു വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ചു വന്നത് എൻ്റെ കുറച്ച് ഡ്രസ്സും കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലക്കോണം വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ട് വീണ്ടും കുഞ്ചു നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് വീണ്ടും പോവുകയാണ്. കുഞ്ചുവിന് 1 മണിക്കായിരുന്നു എക്സാം. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്ന് പഠിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സജിനകത്ത് ലൈം ജ്യൂസ് കൊണ്ടുവന്നു. അങ്ങനെ ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനുള്ള ടൈമായിരുന്നു. ചോറ്, പപ്പടം, ചമ്മന്തി, അച്ചാറ്, കരുവാട്, തോരൻ, മുട്ട, ഒഴിച്ചുകൂട്ടാൻ. 5 മണിയായപ്പോൾ കുഞ്ചു എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ക്ലാസ് കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പൊട്ടു എന്നാണ് കുഞ്ചു പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു. ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു സേനകത്ത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രേക്ഷാപ്പിച്ചിയുടെ ഗാർഡനൊക്കെ കാണാൻ പോയി. ഞാൻ, കുഞ്ചു, ഹംദ, ആദില്, പ്രേക്ഷാപ്പിച്ചി, നമ്മൾ 5 പേരായിട്ടാണ് പോയത്. അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു. മുളക്, പടവല, അങ്ങനെ ഒരുപാട് പച്ചക്കറികളുണ്ടായി. അത് കഴിഞ്ഞ് ഷിംജേട്ടൻ്റെ മുകളിലത്തെ നില ട്യൂഷൻ സെന്ററിന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ വിദ്ര ഹൈസ്കൂളിൽ നിന്ന് നോക്കാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ട്യൂഷൻ സെന്റർ വരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഷിംജി അണ്ണൻ നല്ല കപ്പയും മുളക് ചമ്മന്തിയും പിന്നെ ചിക്കനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ കറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ മുസാഫരിയിൽ വന്നാൽ തിരിച്ചു പോകാൻ തോന്നില്ല. കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ സജിനത്തെ ഷിംജി അണ്ണനും യാതൊരു കോംപ്രമൈസും കാണിക്കത്തില്ല. നമുക്ക് കഴിക്കാൻ വയ്യാത്ത പാടേ കാണത്തുള്ളൂ. ആ സമയത്ത് ചിക്കൻ്റെ മണം പിടിച്ച് നമ്മുടെ കല്ലുവും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്ലുവിനും ഫുഡൊക്കെ കൊടുത്തായിരുന്നു. എന്താ ചെയ്യുന്നു? പഠിക്കണം. എന്തിനാ പഠിക്കണ? ഹിന്ദിയാ? അതിലവിടെ പോയി കപ്പ മാത്രമല്ല പിന്നീട് പുട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ചു നമ്മുടെ ഫോണിൽ പ്രകമ്പന സിനിമയൊക്കെ കണ്ട് ഒരേ ചിരിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി കലങ്കിൽ പോയായിരുന്നു. ഇപ്പം ഇന്നലെ കലങ്കിലാണ് കിടന്നത്. ആ സമയത്ത് മൈലക്കുണം വീട്ടിൽ പോയി നമ്മുടെ ടൈൽസിൻ്റെ പണി എന്തായെന്നൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയ സമയത്ത് താഴത്തെ നിലയിൽ ഫുള്ളായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. ഇനി ബാത്റൂമിൽ കിച്ചനും കൂടെ ഇട്ടാൽ മതി. അപ്പം ഒരു 3 ദിവസത്തെ പണിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞായറാഴ്ച പെയിൻറ്റിൻ്റെ ആൾക്കാർ വരും. അപ്പം ഞായറാഴ്ച തൊട്ട് പെയിൻറ്റിൻ്റെ പണി തുടങ്ങും. ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്താടേ ഫോളോ ചെയ്യോടെ നമ്മളെയൊക്കെ?